അങ്ങനെ 10 മ്യൂസിക്കൽ വൈസ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ ക്വാർട്ടർ ഫൈനൽ ആരംഭിച്ചത്. ഇപ്പതാ ക്വാർട്ടർ ഫൈനലിലെ 2 റൗണ്ടുകളും അവസാനിച്ചിരിക്കുന്നു. ആരൊക്കെ സെമി ഫൈനലിലോട്ട് എത്തും എന്ന് ഏതാനും നിമിഷത്തിനുള്ളിൽ നമുക്കറിയാം. വേണുചേട്ട, മഞ്ചരി, അങ്ങനെ നമ്മുടെ ക്വാർട്ടർ ഫൈനലിലെ മ്യൂസിക്കൽ വൈസിന്റെ 2 പെർഫോമൻസുകൾ വീതം കഴിഞ്ഞു. എങ്ങനെ നോക്കി കാണുന്നു? കുറച്ച് ടഫായിരുന്നോ? ദിൽ ധടപ് ധടപ്. ഓ, അവിടെ ദിൽ ഖുഷ് ഹോ ഗയാ. ஓஹோ, ரொம்ப நல்லா இருந்தது. அப்படியா? ரொம்ப டைட்டான ஒரு போட்டி. அந்த மாதிரி போட்டி எங்க அந்த மாதிரி. நடந்துச்சா? അതിനേക്കാൾ அதுக்கு மேலே. ഓക്കെ, നമ്മുടെ 10 മ്യൂസിക്കൽ വൈസിനെ നമുക്ക് ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാം. വെൽക്കം മ്യൂസിക്കൽ വൈസ്. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3-ലെ ക്വാർട്ടർ ഫൈനലും കഴിഞ്ഞ് നമ്മൾ എലിമിനേഷൻ എന്ന വലിയ കടമ്പ ചാടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന 10 മ്യൂസിക്കൽ വൈഫ്. ഇവിടെ ചിലരുടെ മുഖത്ത് നല്ല തെളിച്ചമുണ്ട്, ചിലരുടെ മുഖത്ത് അത്ര തെളിച്ചം പോരാ. വേണുചേട്ട, മഞ്ചരി, ദാ നമ്മുടെ 10 മ്യൂസിക്കൽ വൈഫ്. എന്താണ് ഇവരോട് പറയാനുള്ളത്? സംഗീതം ഇതുകൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇനിയും പാടും, ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അത് വിശ്വസിക്കും. ഈ 2 ദിവസത്തെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു തീരുമാനം മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു വിലയിരുത്തലൊന്നും അല്ല. അപ്പോൾ മ്യൂസിക് ജയിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയിൽ തന്നെ നിൽക്കുക എല്ലാവരും. നല്ലതേ വരും എല്ലാവർക്കും. അതായത് അവർ പറഞ്ഞു വരുന്നത് പലരും ടെൻഷൻ അടിപ്പിക്കാനൊക്കെ നോക്കും. ഇവരൊക്കെ ഏതൊക്കെയോ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു വന്നവരാ. എല്ലാവരും റെസ്പോൺസിബിൾ ആയിട്ടുള്ള. അമ്മ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കടമ്പയാണ്. അത് ഇവർക്ക് ഓൾറെഡി ഉണ്ട്. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ പല പല തിരക്കുകളിൽ നിന്ന് ഓടി വന്ന ആൾക്കാരാണ്. പിന്നെ ചിലവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മുടെ ഈ 10 മ്യൂസിക്കൽ വൈസ് സംഗീതത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ഇവിടെ ഓടിയെത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരും മോശക്കാരല്ല, എല്ലാവരും വലിയ വലിയ ഗായകർ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും കഴിവുള്ള ആൾക്കാരായതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ക്വാർട്ടർ ഫൈനലിൽ 10 പേരായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ 2 പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ചില ഏറ്റക്കുറച്ചിലുകൾ മാത്രമാണ് നിങ്ങളുടെ മാർക്കിനെ മാറ്റിമറിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ എലിമിനേഷന്റെ ആദ്യ പടിയിലോട്ട് കടന്നാലോ? റെഡി അല്ലേ? മഞ്ചരി, വേണുചേട്ടാ, എന്തോ ഞാൻ തുടങ്ങുവാണ്. എപ്പോഴും സാധാരണ സേഫ് ആയിട്ടുള്ള ആൾക്കാരെയാണല്ലോ ആദ്യം വിളിക്കുന്നത്. അതെ, ഞാൻ ഒന്ന് മാറ്റി പിടിക്കാൻ പോവാ. എന്താ എലിമിനേഷനിൽ ഞാൻ പല പല മാറ്റങ്ങളും ഓരോ മന്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അതാണല്ലോ ശീലം. അതാണ് ശീലം. അത് തുടരട്ടെ. ഞാൻ വിളിക്കുവാണ്. ഭവ്യ, ആതിര, രണ്ടുപേരും ക്വാർട്ടർ ഫൈനലിൽ പാടിയ പാട്ടുകൾ നന്നായി പാടാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അവിടെ നന്നായി പാടി. ഭവ്യ ഏതൊക്കെ പാട്ടുകളാണ് പാടിയത്? രാജഹംസമേ, രാജശില്പി. ആതിര മാലിനിയുടെ തീരങ്ങളും പിന്നെ ഘനശ്യാമ മോഹനകൃഷ്ണ. അതിലേതാണ് നന്നായി പാടാൻ പറ്റിയത്? മാലിനിയുടെ തീരങ്ങൾ. ഭവ്യക്ക് രാജശില്പി നന്നായി പാടാൻ പറ്റി. ആതിര, ഭവ്യ, ഞാൻ വീണ്ടും എടുത്തു പറയാണ്, നിങ്ങൾ രണ്ടുപേരും നല്ല ഗായകരാണ്. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് കിട്ടിയ അവസരം മാക്സിമം യൂസ് ചെയ്ത് ഇവിടം വരെ എത്തിയ ആൾക്കാരാണ്. ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഒരു പടി മേലെ നിങ്ങളെക്കാൾ നന്നായി പെർഫോം ചെയ്താൽ ചെയ്തിട്ടുണ്ടാവുമോ? അത് പറയാൻ അറിയില്ല. നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങളിപ്പോ പറഞ്ഞത് നന്നായി പാടാൻ പറ്റിയെന്നാണ് വിശ്വാസം എന്നാണ്. പക്ഷേ ബാക്കിയുള്ളവർക്കും അതേ വിശ്വാസം ഉണ്ടെങ്കിൽ പ്രശ്നമായിരിക്കും അല്ലേ? പ്രശ്നമില്ല. മ്യൂസിക് റിയാലിറ്റി ഷോ അല്ലേ, അപ്പോ മ്യൂസിക്കിനാണല്ലോ പ്രാധാന്യം. അപ്പോ നന്നായിട്ട് പാടുന്നവര് ഉയരങ്ങളിൽ എത്തണം. എന്തായാലും വിന്നർ ആവണല്ലോ ഒരാള്. അപ്പോ നന്നായിട്ട് പാടുന്ന ആരെങ്കിലും ഒരാള് വേണ്ടേ? അതേ അഭിപ്രായമാണ്. തീർച്ചയായിട്ടും. എന്നാണ് സിംഗപ്പൂർ പോകുന്നത്? തിരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. ഇല്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്നിട്ട് ബുക്ക് ചെയ്യാന്ന് വെച്ചു.
അതിരാ ഓ അതിലിപ്പോ പറഞ്ഞത് ഒരു അടിപൊളി സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു മ്യൂസിക് റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ കഴിവുള്ള ആൾക്കാർ എന്നെ മുൻപിൽ വരണം. അതെ. ഇപ്പൊ ആതിരോട് ചോദിക്കുവാണ്, ആർക്കെങ്കിലും വേണ്ടി അല്ലെങ്കിൽ ആതിരിക്ക് സ്വയം തോന്നുവാണ് എന്നേക്കാൾ നന്നായിട്ട് ആ മത്സരത്തെയാണ് പാടിയിട്ടുള്ളത്, ആളാണ് കയറേണ്ടത്, അതുകൊണ്ട് ഞാൻ പുറത്തായാലും ആള് സേഫ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയല്ല. ആതിരയുടെ കൂടെ ഇപ്പൊ ഭവ്യല്ലേ ഉള്ളത്? ഭവ്യ എങ്ങനെ പാടി ആതിരയുടെ ഒരു വിലയിരുത്തൽ? ഭവ്യ ചേച്ചി നന്നായിട്ട് പാടി. അല്ല, ഇപ്പൊ ഞാൻ പറയാണ്, നിങ്ങളിൽ ഒരാൾ എലിമിനേറ്റ് ആകും, ഒരാൾ സേഫ് ആകുമെന്ന്. ആതിരയുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ആതിര എന്ത് തീരുമാനം എടുക്കും? ആരാണോ നന്നായിട്ട് പാടിയേ ആള് സേഫ് ആവണം എന്നാണ്. കൂടുതലൊന്നും കൂടുതലൊന്നും പറയാനില്ല. വേണിച്ചേട്ടാ, എൻ്റെ ഒരു സംശയം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. എന്നോടാ? ചോദിച്ചോ. ഇവര് രണ്ടുപേരും നല്ല സിഗ്നസ് അല്ലേ? അതെ അല്ലേ? പിന്നെ എന്തിനാ ഇവരെ കഷ്ടപ്പെടുത്തണേ? അപ്പൊ ഇവരെ സേഫ് ആക്കണോ? സേഫ് ആക്കുക. സേഫ് ആക്കിയിരിക്കുന്നു. രണ്ടുപേരും സേഫ് ആണ്. കൺഗ്രാറ്റുലേഷൻ. രണ്ടുപേരും നല്ല മാർക്ക് നേടിയിട്ട് തന്നെയാണ് സേഫ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇങ്ങനെ തന്നെ തുടരുക. അപ്പോ ഇന്ന് പോയി റെസ്റ്റ് എടുത്തോളൂ, ചില്ല് ചെയ്തോളൂ, ആഘോഷിച്ചോളൂ. കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ടി വരും. സന്തോഷം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാ കേട്ടോ. അപ്പൊ കഴിവുള്ളതുകൊണ്ട് തന്നെയാണ് മുൻപിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റ്സ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഭവ്യ, ആതിര രണ്ടുപേരും സേഫ് ആയിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ ഫാമിലി ഒക്കെ ഇവിടെ വന്ന് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? സന്തോഷായി. സേഫ് ആവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ദൈവത്തിനോട് നന്ദി പറയുന്നു. താങ്ക് യു. ആതിര, ദുഷ്യന്തൻ എവിടെ? അവിടെ ഇരിക്കുന്നുണ്ട്. ദുഷ്യന്ത, ശകുന്തളയെ സേഫ് ആക്കിയിട്ടുണ്ട്. വളരെ സന്തോഷം. അപ്പോ ഇനിയുള്ള റൗണ്ടുകളിൽ ഹസ്ബൻഡ്സിന്റെ സപ്പോർട്ട് വരേണ്ട സിറ്റുവേഷൻ വന്നാൽ വീണ്ടും രംഗത്തിറങ്ങും. തീർച്ചയായും. ഓക്കെ, അത് കേട്ടാ മതി. അപ്പൊ എന്തായാലും ആതിര, ഭവ്യ, കൺഗ്രാറ്റ്സ്. വീണ്ടും അറിയിക്കുന്നു കേട്ടോ. അപ്പോ സെമി ഫൈനലിന് വേണ്ടിയിട്ട് നല്ലപോലെ പ്രിപ്പയർ ആയിക്കോളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ക്വാർട്ടർ ഫൈനലിൽ നിന്ന് 2 പേർ സേഫായി സെമി ഫൈനലിൽ ലാൻഡ് ചെയ്തു. ഇനി 8 മ്യൂസിക്കൽ വൈഫ്സ് ആണ് ബാക്കിയുള്ളത്. ഇവരിൽ ആരൊക്കെ സേഫായി ലാൻഡ് ചെയ്യുമെന്ന് അറിയണം. ഒരുങ്ങിക്കഴിഞ്ഞോ? കഴിഞ്ഞു. എന്താണ് നസ്നിയുടെ മനസ്സിൽ എന്താണ്? കരയില്ല, അത് മനസ്സിൽ ഉറപ്പിച്ച് എന്ത് വന്നാലും നേരിടും. അത്രേ ഉള്ളൂ. നമ്മള് ബോൾഡാ. അതെ, അത്രേ ഉള്ളൂ. നസ്നിക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ. എന്നെ വെല്ലുവിളിച്ച കുറച്ച് പേരുണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ എനിക്ക് ഒന്ന് ചെയ്തു മതി. റെഡിയായി. പിന്നെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. മഞ്ജരി ചേച്ചിയെ ഒന്ന് കൊടുന്ന് എന്നെ കെട്ടിപിടിച്ച് ഒരു ഉമ്മ വെക്കണം എന്നുള്ളൊരു ഉദ്ദേശം. 2 പ്രാവശ്യം ചിലപ്പോ ഞാൻ ഔട്ടായി എന്ന് പറയുകയാണെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് ചിലപ്പം തല കറങ്ങി വീണേക്കാം. ഇപ്പൊ തന്നെ പറയാണ്, ഓടി വന്ന് കെട്ടിപ്പിടിക്കണേ എന്ന് വിചാരിച്ച് ഔട്ടാവണേന്ന് പറഞ്ഞ പ്രവർത്തിക്കണ്ട. വളരെ വളരെ നിസ്സാരമായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ, അത്രേ ഉള്ളൂ. നസ്നി, ദീപ, ധന്യ, ധന്യ, ചേട്ടാ 2 പെർഫോമൻസുകൾ എങ്ങനെ നോക്കി കാണുന്നു? ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലിറിക്സ് ഒക്കെ ചെറുതായിട്ട്. ഏതൊക്കെ പാട്ടുകളായിരുന്നു പാടിയത്? എന്തിനീ ചിലങ്കകൾ, യാദവ. ഏത് സോങ് ആയിരുന്നു പ്രശ്നം വന്നത്? ഏത് പോർഷൻ ആയിരുന്നു? ഫസ്റ്റ് എന്തിനീ ചിലങ്കകളിലെ അനുപല്ലവിയുടെ ലിറിക്സ് പ്രശ്നമായി. ചരണത്തിന്റെ ലിറിക്സ് പാടി. സെയിം. ടെൻഷൻ ഉണ്ടോ ഇപ്പോഴോ? ഇല്ല, കൂളാണ്. പിന്നെ ഏതായിരുന്നു അടുത്ത പാട്ട്? അതില് എന്തെങ്കിലും പ്രശ്നങ്ങള് സ്വന്തമായിട്ട് വിലയിരുത്താൻ പറ്റിയോ? ലാസ്റ്റ് വോയിസ് പ്രശ്നം വന്നിട്ട് പാടാൻ പറ്റിയില്ല, കുറച്ച് പാടി. ദീപ കഴിഞ്ഞ പ്രാവശ്യം ടോപ്പ് സ്കോററായിട്ട് പോയ ആളാണ്. പ്രാവശ്യം പറ്റി? കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെ വന്നത്. നന്നായി പാടാൻ പറ്റിയില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? ചില സ്ഥലങ്ങളില് ഞാൻ എന്താ പറയാ, പ്രാക്ടീസ് ചെയ്ത സമയത്ത് ചെയ്ത പോലെ ആയിരുന്നില്ല ഇവിടെ പെർഫോം ചെയ്തപ്പോ.
ഏതൊക്കെ പാട്ടുകളാണ് പാടിയത്? പാടി തൊടിയിലേതോ, ആ. പിന്നെ ഇന്ദ്രനീലിമയോലും. ഈ പാട്ടുകളിൽ എവിടേക്കാണ് പ്രശ്നം ഫീൽ ചെയ്തത്? പാടി തൊടിയിലേതോ അതിൽ ഹമ്മിങ് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. നസ്നി, ആ. നമ്മൾ വീണ്ടും ദാ ഇവിടെ എത്തി. അതെ. നസ്നിക്ക് അറിയില്ല എന്ന ഇല്ല, ഇല്ല. ദൃഢപ്രതിജ്ഞയിലാണ്. അതെ, തല ഇറങ്ങി വീഴുള്ളൂ. കരയാൻ ഞാൻ നിന്ന് കൊടുക്കില്ല. അത് അപ്പോൾ ബോധം അപ്പോഴും ബോധകരും. ഏതൊക്കെ പാട്ടുകളാണ് പാടിയത്? മാനത്തെ ചന്ദിനോത്തരനും പിന്നെ നാദാപുരം. അപ്പോ അവര് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഓർത്തിരിക്കുന്നുണ്ടോ? ആ ഉണ്ട്. ഏതൊക്കെ പ്രശ്നങ്ങളാണ്? ലിറിക്സ് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നാദാപുരത്തിൽ അതുപോലെ തന്നെ ഫസ്റ്റ് തുടക്കത്തിൽ കുറച്ച് പോയി പോവാ എന്ന് പറഞ്ഞാൽ ടൈമിങ് എന്തോ പ്രശ്നം സംഭവിച്ചു. വേണിച്ചേട്ടാ, മഞ്ചരി എന്താണ് പറയുള്ളത്? മഞ്ചരി, ചില പെർഫോമൻസ് ഇപ്പം ഇവർ വന്ന സമയത്ത് ഭയങ്കര കിടിലായിട്ടാണ് പെർഫോം ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ദീപയുടെ ശ്യാമ മേഘമേ നീ, അത് നമ്മുടെ മനസ്സിലുണ്ട് ആ ഒരു പാട്ട്. അതിനുശേഷം വന്ന പാട്ടുകൾ ആ ശ്യാമമേഘത്തിൻ്റെ ആ ഒരു ലെവലിൽ എത്തിയില്ല. പിന്നെ നമ്മുടെ ധന്യ മിടുക്കിയായിട്ട് പാടുന്നുണ്ട്. കഴിഞ്ഞ റൗണ്ടിൽ എന്ത് പറ്റി? അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഉള്ളൊരു ലിറിക്ക് ഇടയ്ക്കിടയ്ക്കേ തെറ്റുന്നുണ്ട്. നസ്നിയുടെ ആയാലും അവിടെ ഇവിടെയൊക്കെ ലിറിക്ക് ചിലപ്പോൾ അങ്ങ് മാറിപ്പോവും. പിന്നെ ആളൊരു പെർഫോമൻസ് ഉള്ള ഒരാളായതുകൊണ്ട് ചിരിച്ച് കളിച്ച് അതങ്ങ് മറയ്ക്കാൻ ശ്രമിക്കും. പക്ഷെ ഞങ്ങളിവിടെ ഇരിക്കുന്നത്, ഇവിടെ വിലയിരുത്താൻ ഇരിക്കുന്നതുകൊണ്ട്, ആസ്വദിക്കാനാണെങ്കിൽ കുഴപ്പമില്ല, വിലയിരുത്താൻ ഇരിക്കുമ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. ദീപ, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇവിടെ വന്നത്. മുഴുവനായിട്ട് മാറിയിട്ടില്ല. ഹസ്ബൻഡ് ഇവിടെ ഉണ്ട് അല്ലേ? ക്യാരക്ടറൊക്കെ ആയിട്ട് ഞെട്ടിച്ചതാണ്. ഏത് റൗണ്ടാണ് ക്വാർട്ടർ ഫൈനലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നന്നായി ചെയ്യാൻ പറ്റിയെന്നൊരു ഇഷ്ടപ്പെട്ട റൗണ്ട് തന്നെയായിരുന്നു. ആ, പക്ഷെ പാടിയപ്പോൾ ഇത്തിരിയെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയത് ക്യാരക്ടർ റൗണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് അടുത്ത തവണ ഉറപ്പായിട്ടും ചെയ്യുമെന്നാണ്. നമുക്ക് എന്തോരം മാക്സിമം ചെയ്യാൻ പറ്റും അത്രയും ചെയ്യും. തീർച്ചയായും. വാക്ക് പാലിക്കും. തീർച്ചയായും പാലിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വേണം? പാലിക്കട്ടെ. Safe ആവട്ടെ. സേഫ് ആവട്ടെ. അപ്പൊ ദീപ, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ സേഫ്. ടെൻഷനൊന്നും വേണ്ട. ഇവിടെ ഭർത്താവ് എവിടെ? ഋഷ്യശൃംഗന്റെ കടമയാണ് ഇനി വൈശാലിയെ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് അടുത്ത റൗണ്ടിലേക്ക്. അപ്പൊ ദീപ നല്ലോണം മാക്സിമം ചെയ്യാം. ഓക്കെ. അപ്പോ ആ നാടിന് വേണ്ടി, അല്ലെങ്കിൽ ദീപയ്ക്ക് വേണ്ടി, ദീപയുടെ വീട്ടുകാർക്ക് വേണ്ടിയാണ് ദീപ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോ ദീപയിലൂടെ അവർക്ക് ആ സന്തോഷം ലഭിക്കണം. അപ്പൊ ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ കൺഗ്രാറ്റുലേഷൻ, സെമിയിൽ പൊളിക്കണം. വാക്ക്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ധന്യ, നസ്നി, പണി പാളോ? കുഴപ്പമില്ല, തലകറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുകയാണോ? കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. സുൽഫിക്ക് ഒന്ന് പൊക്കണേ. ഒക്കെ നമ്മൾ ആളെ ഏർപ്പാടാക്കിണ്ടല്ലോ. മഞ്ജരി ചേച്ചിക്ക് പറ്റില്ല. പറ്റില്ലേ? ഞാൻ വെള്ളമൊക്കെ കുടഞ്ഞ് എണീപ്പിക്കാം. അത് വെച്ചോളൂ. എന്നൊരു കാര്യം ചെയ്യാം. ഇപ്പൊ തൽക്കാലം തലകറങ്ങാനുള്ള ഒരു സിറ്റുവേഷൻ ഞങ്ങൾ ഒരുക്കുന്നില്ല. പുറകെ ചെന്നിരുന്നോളൂ. റിസൾട്ട് പിന്നെ പറയാം. ഓക്കെ. ധന്യ ഒരു പ്രോമിസിങ് സിംഗർ ആണ്. കാരണം ആദ്യത്തെ റൗണ്ടിൽ തന്നെ അത് തെളിയിച്ച ആളാണ്. പക്ഷെ ക്വാർട്ടർ ഫൈനൽ എത്തിയപ്പോ കുറച്ച് പ്രശ്നങ്ങൾ എവിടെയൊക്കെയോ പറ്റി. എന്ത് തോന്നുന്നു? ഒത്തിരി വിഷമമായി. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള 2 സോങ്ങാണ് ഇപ്പോൾ ഈ റൗണ്ടിൽ പാടിയത്. എന്തിനീ ചിലങ്കകളും യയ എന്നുള്ള സോങ്ങും. അപ്പം അതങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായി. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ആ ഒരു പ്രശ്നമൊക്കെ പറ്റിയത്? യയ എൻ്റെ വോയിസിൻ്റെ ഒരു ധന്യയുടെ പാട്ട് അവിടെ ഇരുന്ന് അമ്മ ഒരുപാട് സന്തോഷത്തോടെയും ആനന്ദകണ്ണീരോട് കൂടിയിട്ടൊക്കെയാണ് കണ്ടത്. അമ്മ അവിടെ ഉണ്ട്. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു ധന്യയുടെ പെർഫോമൻസുകൾ? കുഴപ്പമില്ലാന്ന് തോന്നി. ആള് കുറച്ച് ടെൻസ്ഡ് ആണോ? പാടിയപ്പോ ഇങ്ങനെ പാട്ട് ഇങ്ങനെ തൊണ്ട ഇങ്ങനെ വരുന്നില്ലായിരുന്നു പറഞ്ഞു. എന്തോ പോലെ ഡ്രൈ ആയി പോയെന്ന് പറഞ്ഞായിരുന്നു. ധന്യക്ക് എന്താണ് തോന്നുന്നത്? സേഫ് ആവോ? അറിയില്ല ഏട്ടാ. ധന്യ, ഞങ്ങൾ വീണ്ടും പറയുകയാണ്, ധന്യ ഒരു പ്രോമിസിങ് സിംഗർ തന്നെയാണ്. ഈ 2 ദിവസത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കാം ഇങ്ങനെ ഒരു വിധി.
വിധി എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായിരിക്കും? എന്തായാലും കുഴപ്പമില്ല. വേണിച്ചേട്ടാ, ധന്യയുടെ വോയിസ് ഒരു യുണീക്ക് ഒരു വോയിസ് ആണ്. അതായത് താങ്ക് യു സർ. വളരെ കെയർഫുൾ ആയി പഠിച്ചാണ് ധന്യ എല്ലാം പാടുന്നത്. അങ്ങനെയുള്ള ധന്യക്ക് എങ്ങനെ ഇത്രയും ലിറിക്സ് മിസ്സായി എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അതിനെ ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നിർഭാഗ്യം, അത്രേ ഉള്ളൂ. മഞ്ജരി, എൻ്റെ ധന്യ ചേച്ചി ധന്യ ആള് പകുതിയായി. ധന്യ ഓൾറെഡി ആ യാ 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 പാടി സ്റ്റക്കാണ്. അതില് സ്റ്റക്കാണ്. അതെ, സാരില്ല ധന്യ. ധന്യ നല്ലൊരു സിംഗറാണ്. ഒരുപാട് ആൾക്കാർ ഈ ഒരു വേദി ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും. ഒരുപാട് ആൾക്കാരിൽ നിന്നാണ് നിങ്ങൾ 12 പേരായിട്ട് ഈ യാത്ര തുടങ്ങി ഇപ്പോൾ 10 പേരിൽ വന്ന് നിൽക്കുന്നത്. അതെല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ഞാൻ എന്താണ് പറയാൻ വരുന്നത് എന്ന് ധന്യക്ക് ഊഹിക്കാമോ? എന്തായിരിക്കും? ചേട്ടൻ പറഞ്ഞു. ഐ എം സോറി, യു ആർ ഔട്ട്. ധന്യ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയുടെ അംഗം തന്നെയാണ്, ഒരു ഫാമിലി മെമ്പർ തന്നെയാണ്. അതെ. അപ്പോൾ ഇനിയും ഇവിടെ ഉണ്ടാവണം. ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആഗ്രഹിച്ചൊരു വേദിയാണിത്. എനിക്ക് 2 റൗണ്ടിൽ പാടാൻ പറ്റി. അത് തന്നെ വലിയൊരു ഭാഗ്യം. അതുപോലെ തന്നെ സാറിൻ്റെ മുന്നിലും ചേച്ചിയുടെ മുന്നിലൊക്കെ പാടാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ച കാര്യമില്ല. ഇങ്ങനൊരു വേദി കിട്ടി ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളായിട്ടാണല്ലോ ഇവിടെ വന്നിട്ടുണ്ടാവുക. അതെ. അതിൽ ബാക്കിയുള്ള ഏതെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടോ? ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് എത്രയോ ജന്മമായി എന്നുള്ളൊരു സോങ്ങാ. അപ്പോ ചേട്ടാ. പാട്ടായാലോ? രണ്ടുപേരും. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എന്തായാലും ധന്യക്ക് ഒരു ചെറിയ സർട്ടിഫിക്കറ്റും മൊമെന്റും ഉണ്ട്. അത് നൽകാനായിട്ട് വേണിച്ചേട്ടനെ സ്വാഗതം ചെയ്തു. സോന, യെസ്, അമൃത, രണ്ടുപേരും എങ്ങനെ വിലയിരുത്തുന്നു? രണ്ടുപേർക്കും ക്വാർട്ടർ ഫൈനൽ റൗണ്ടുകളൊക്കെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയോ? പറ്റി. ഇവിടെയോ? കോൺഫിഡന്റ് ആണ്. രണ്ടുപേരും കോൺഫിഡന്റ് ആണ്. ആദ്യത്തെ പാട്ട് ഏതായിരുന്നു പാടിയത്? ഗോപികേ നിൻവിരൽ. അത് നന്നായി പാടിയെന്ന് വിശ്വസിക്കുന്നു. അതില് ശ്വാസത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ശ്വാസത്തിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെ, പിന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ദ്വാദശിയിലായിരുന്നു പാടിയത്. ക്യാരക്ടർ റൗണ്ട്. അത് നന്നായി പാടാൻ പറ്റിയോ? അത് പറ്റിയെന്ന് തോന്നുന്നു. നമുക്ക് 2 റൗണ്ടും നന്നായി പാടാൻ പറ്റിയോ? തരക്കേടില്ലായിരുന്നു. അടുത്ത റൗണ്ടിലോട്ട് കോൺഫിഡന്റോടുകൂടി കിടക്കാൻ പറ്റുമോ? അറിയില്ല.
എന്താണ് ഈ രണ്ട് ഗായകരെ കുറിച്ച് പറയാനുള്ളത്? മഞ്ജരി പറഞ്ഞോളൂ. അമൃതയുടെ വോയിസിൽ തന്നെ അമൃത പാടാം, മറ്റൊരു സിംഗറിന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാതെ അവനവൻ്റെതായ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യണം. തീർച്ചയായും. സോന, എനിക്ക് ആ ഗോപിക നിൻ വിരലിലാണ്. സോനയുടെ ആ ഒരു പെർഫെക്ഷൻ അതിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു 100% കൊടുക്കാൻ പറ്റിയിട്ടില്ല സോനയ്ക്ക്. അത് ശ്വാസം, കുറച്ച് സംഗതികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് പെർഫെക്റ്റ് ആവാനുണ്ട്. അമൃത ഫസ്റ്റ് റൗണ്ട് വന്നപ്പോൾ നല്ല ഷേക്കി ആയിരുന്നു. അതെ. അവിടെ നിന്ന് ആ ഒരു പ്ലാറ്റ്ഫോം അമൃത നന്നായിട്ട് യൂസ് ചെയ്തു. ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, മനസ്സിലാക്കുക. മനസ്സിലാവുന്നുണ്ട് കേട്ടോ സോണ, ഐ ലൈക്ക് യുവർ വോയിസ്. നല്ലൊരു ഒരു റൗണ്ടഡ് ഒരു വോയിസ് ആണ്. പ്ലസ് അതിൽ ഫീല്, പെർഫെക്ഷൻ എല്ലാം ഉണ്ട്, പേടിയുണ്ട്. രണ്ടുപേർക്കും പാട്ടുണ്ട്, അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്, അത്രേ ഉള്ളൂ. അമൃത, സോന, നിങ്ങൾ രണ്ടുപേരും നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് നന്നായി പാടി എന്ന് പറഞ്ഞത്. ഇപ്പൊ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? മനസ്സിലായി. എല്ലാം ഉൾക്കൊണ്ടു. അപ്പോ നിങ്ങളിൽ ആര് ഇന്നാകും, ആര് ഔട്ടാകും എന്ന് പറയാനുള്ള നേരമാണ്. അമൃത, ചേട്ടാ, സോന, രണ്ടുപേരുടെ ഹസ്ബൻഡ്സ് ഇവിടെ ഉണ്ട്. ഹസ്ബൻഡ്സ് കോൺഫിഡന്റ് ആണോ? അമൃതയുടെ ഹസ്ബൻഡ് പറഞ്ഞോളൂ. കോൺഫിഡന്റ് ആണ്. അവിടെ സോനയുടെ ഹസ്ബൻഡിന് എന്താണ്? അടുത്ത റൗണ്ടിലോട്ട് സോന കടക്കുവോ? തീർച്ചയായിട്ടും. ഉറപ്പാണ്. അമൃത, എന്താ നിങ്ങളിൽ ആരാണ് സേഫ് ആകുന്നത്, ആരാണ് എലിമിനേറ്റ് ആകുമെന്ന് ഞാൻ പറയുവാണ്. ഇനി അധികം സമയം കളയുന്നില്ല. അമൃത, പറഞ്ഞോട്ടോ. യു ആർ in and Sona, I'm sorry, you are safe. രണ്ടുപേരും അടുത്ത റൗണ്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ സോന, അമൃത രണ്ടുപേരും സേഫ് ആയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ സെമി ഫൈനലാണ്. ഇന്ന് പോയിട്ട് റെസ്റ്റ് എടുത്തോളൂ, സന്തോഷിച്ചോളൂ, ആഹ്ലാദിച്ചോളൂ. പക്ഷെ സെമി ഫൈനലിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്ത് വരണം. വരൂലേ? വാക്കല്ലേ? വാക്ക്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു മാം. ഇനി നമ്മുടെ കൂട്ടത്തിൽ 4 പേരുടെ റിസൾട്ടാണ് അറിയാൻ ബാക്കിയുള്ളത്. ഞാൻ 4 പേരെയും ഓരോരുത്തരായിട്ട് വിളിക്കുകയാണ്. അശ്വതി, നസ്നി, മേഘന, കിൻഷ. മേഘന, ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ട് വന്നതിന് ശേഷം ധൈര്യമൊക്കെ കൂടിയോ? കോൺഫിഡന്റ് ആയോ? കോൺഫിഡന്റ് ആയി. ഇപ്പൊ അടുത്ത റൗണ്ടിലോട്ട് സേഫ് ആയിട്ട് കിടക്കും എന്ന് വിശ്വസിക്കുന്നു? സേഫ് ആയിട്ട് കിടക്കും എന്ന് ഞാൻ വിശ്വാസമുണ്ട്. പക്ഷെ അറിയില്ലല്ലോ. ഔട്ടായാൽ ചെറിയ വിഷമൊക്കെ ഉണ്ടാവും, എന്നാലും ഞാൻ അത് പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. ശരി. കിൻഷയൊക്കെ ഓക്കെ ആയിരുന്നോ? കുറച്ച് ശ്രുതിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഏതൊക്കെ പാട്ടാണ് കിൻഷ പാടിയത്? ഞാൻ എന്റെ മനസ്സിലൊരു നാണം, പിന്നെ കൊന്നപ്പൂവേ കോങ്ങിണിപ്പൂവേ. ഓക്കെ. നസ്നി, ഒന്നും പറയാനില്ല. അവിടെ ചോദിക്കട്ടെ ഞാൻ. കുട്ടി പറയട്ടെ. അശ്വതി, കഴിഞ്ഞ 2 പെർഫോമൻസുകൾ എങ്ങനെ വിലയിരുത്തുന്നു? എന്റെ ബെസ്റ്റ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതായിരുന്നില്ല അശ്വതിയുടെ അല്ല, ഞാൻ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യണ സമയത്താണെങ്കിലും നോർമലി പാടുമ്പോഴും ഇങ്ങനെയല്ല ഔട്ട് വരാറ്. അപ്പൊ അതുണ്ട്, കുറച്ച് പ്രശ്നങ്ങൾ ഈ പ്രാവശ്യം പറ്റി അല്ലേ? പറ്റിയിട്ടുണ്ട്. ആദ്യത്തെ പാട്ട് ഏതായിരുന്നു? ആടിവാക്കാറ്റ്. അത് നന്നായി പാടാൻ പറ്റുമോ? പാടാൻ പറ്റിയെന്ന് ചോദിച്ചാ എന്റെ 100% കൊടുക്കാൻ പറ്റിയിട്ടില്ല. രണ്ടാമത്തെ പാട്ട് ഏതായിരുന്നു? മൗലിയിൽ മൈപ്പിൽ നന്നായി പാടാൻ പറ്റുമോ? അതും പ്രശ്നങ്ങള് ബെസ്റ്റ് ആയിരുന്നില്ല. മേഘന, ഏതൊക്കെ പാട്ടായിരുന്നു പാടിയത്? കിലും കിലും, ദ്വാരക. കിലും കിലുവില് എന്തൊക്കെ മിസ്സിംഗ് ആണ്, പ്രശ്നങ്ങളാണ് പറ്റിയിട്ടുള്ളത് ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഞാൻ അത്യാവശ്യം നല്ല ആക്ഷൻ നല്ല പെർഫോമൻസ് ചെയ്ത് പാടിയിരുന്നു. ദ്വാരകയില് ചെറിയ ചെറിയ മിസ്റ്റേക്സ് പറഞ്ഞിരുന്നു. സേഫ് ആവുകയാണെങ്കിൽ എന്താണ് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വാക്ക്? ഞാൻ എന്റെ ബെസ്റ്റ്
അവിടെ പെർഫോം ചെയ്യും. ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഞാൻ കാഴ്ചവെക്കും. ഓക്കെ അശ്വതി, അപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച അതേ ചോദ്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. സുഹൃത്തിന് വേണ്ടി വഴിമാറി കൊടുക്കാൻ തയ്യാറാണോ? ആരാണോ നല്ല രീതിക്ക് പാടിയിട്ടുള്ളത്? ഈ ഒരു 5 മിനിറ്റാണ്. നമ്മൾ എത്ര പാടുന്ന ആളാണ് എന്ന് പറഞ്ഞാലും ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു 5 മിനിറ്റിൽ നമ്മൾ എന്താണോ പുറത്തു കൊടുക്കണം അതാണ് ബെസ്റ്റ്. അപ്പം ആരാണോ നല്ല രീതിയിൽ ബെസ്റ്റ് ആയിട്ട് കൊടുത്തത് അവർ ഇന്നാവട്ടെ. അത്രേ ഉള്ളൂ. ബെസ്റ്റ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഇനി ഒരുപക്ഷെ ഔട്ടായി അല്ലെങ്കിൽ ഇന്നായി നസ്നി. നസ്നിക്ക് ഞങ്ങളോട് തരാനുള്ള ഉപദേശം എന്താണ്? മേലാൽ എന്റെ പാട്ടിന് മാർക്കിടാൻ വരരുത്. ഞാൻ പാടും, അത് കേൾക്കാം, അത്ര മതി. എന്ത് ഉപദേശം സാറിന് ഞാൻ തരാം? എനിക്കൊരു ഉപദേശം തരുവാണെങ്കിൽ എന്ത് ഉപദേശം തരും? അയ്യോ അത് പറഞ്ഞോ. ടെൻഷൻ ആക്കുമ്പോ നല്ല രസമുണ്ട്. ശരി, എന്നാ ഞാൻ അധികം ടെൻഷൻ എടുപ്പിക്കുന്നില്ല. മേഘന, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ എന്തായാലും ഹാപ്പി ആയല്ലോ. ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം സർ. എന്താ വിളിച്ചേ? സാറെന്നല്ലേ ലാസ്റ്റ് ഞാൻ കേട്ടത്? ഞാൻ തെറ്റി കേട്ടതല്ലോ. ആണോ? ഓക്കെ. ശരി, അപ്പൊ എന്തായാലും കണ്ണേട്ടാ, മേഘന അതാ സെമി ഫൈനലായിട്ട് എത്തിയിട്ടുണ്ട്. എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ളത്? അല്ല, കുറച്ചും കൂടെ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഇനി പെർഫോമൻസ് ചെയ്യേണ്ടത് അല്ലേ? കേട്ടല്ലോ. ആള് ഉഴപ്പൊന്നുണ്ടോ പ്രാക്ടീസിന്റെ സമയത്ത്? ഉണ്ട്, ഒരു പാട്ടില് ഹമ്മിങ് ഒന്ന് കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പൊ ആള് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്തോളൂ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കിൻഷ, നസ്നി, അശ്വതി, നിങ്ങൾ 3 പേരിൽ ആരുടെ റിസൾട്ടാണ് ആദ്യം അറിയേണ്ടത്? ആദ്യം അശ്വതിയുടെ വേണോ കിൻഷയുടെ വേണോ? നസ്നി തീരുമാനിക്കും. നസ്നിയാണ് തീരുമാനിക്കേണ്ട ആള്. നസ്നി കുറച്ച് നേരത്തേക്ക് എന്റെ കോ ആങ്കർ ആവും. നസ്നി, അശ്വതി റിസൾട്ട് അറിയാം. ശരി അശ്വതി, അശ്വതി തന്നെ പാടിയ പാട്ടുകളെ കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട്. എന്തായിരിക്കും റിസൾട്ട് എന്ന് ഗസ് തോന്നുന്നുണ്ടോ? ഞാൻ ഔട്ടാവെന്ന് വിചാരിക്കുന്നു. ഞാൻ എങ്ങനെയാണോ അതെനിക്ക് ഈ ഫ്ലോറിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ 100% കൊടുക്കാനേ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പൊ അതൊരു സങ്കടമുണ്ട് പോകുമ്പോ. അശ്വതി, ഐ എം സോറി, യു ആർ ഔട്ട്. ഞങ്ങള് പറഞ്ഞേ എന്തായാലും നമ്മൾ ഔട്ടാ. അപ്പൊ എന്നോട് പറയേ ചേച്ചിയുടെ കുട്ടി ചേച്ചിയുടെ കൂടെ പോന്നോളൂ കേട്ടോ. അപ്പൊ ഞാൻ ചേച്ചി മുന്നിലാണ് നടക്കുക, ഞാനുണ്ടെന്നാണ് വിചാരിക്കും. അതെ, ഇതൊരു എലിമിനേഷൻ ആണ്. തമാശ കളിക്കരുത് കേട്ടോ. ഞങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആയിട്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്ന ആകെ ഒരു പരിപാടിയാണ് ഈ എലിമിനേഷൻ. അതാണ് ഞങ്ങൾ. ഇതിൽ റിസൾട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനൊരു വിധി പറയട്ടെ. നസ്നി കടക്ക് പുറത്ത്. അശ്വതി, എന്തായാലും ഒരുപാട് ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഈ വേദിയിലെത്തിയത്. ഇവിടുന്ന് എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ കാണണം. നമ്മുടെ ഫാമിലി മെമ്പർ ആണ് അല്ലേ? കാണൂലേ ഇവർക്ക് സപ്പോർട്ടായിട്ട്? പിന്നെ അശ്വതി, അപ്പൊ എന്താണ് എല്ലാരോടും പറയാനുള്ളത്? ഇപ്പൊ എന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഈ ഫ്ലോറിൽ വന്നത്. അപ്പം ഞാൻ വിചാരിച്ചേ എന്റെ ബെസ്റ്റ് തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന. പക്ഷെ എന്താണെന്നറിയില്ല, ഈ ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ ബെസ്റ്റ് കൊടുക്കാൻ പറ്റണില്ല, ഇതുവരെ പറ്റിയില്ല. അപ്പൊ ആ ഒരു വിഷമം നന്നായിട്ടുണ്ട്, അല്ലാതെ ഒന്നുമില്ല. പിന്നെ എന്തായാലും ഇതൊരു മത്സരമാണ്, ഒരാളെ വിൻ ചെയ്യുള്ളൂ. പിന്നെ ഇതിപ്പോ താൽക്കാലികമായിട്ടുള്ള ഒരു 2 ദിവസത്തെ ഒരു വിധി മാത്രമാണ് കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും പുറത്തുള്ള വേദികളായാലും ഇനി വരുന്ന എല്ലാ അവസരങ്ങളും ആ ബെസ്റ്റ് കൊടുക്കണം കേട്ടോ. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും ഒരു മൊമെന്റയും ഒരു സർട്ടിഫിക്കറ്റും ഉണ്ട്. അത് നൽകാനായി മഞ്ജിരിയെ സ്വാഗതം ചെയ്യുന്നു. മഞ്ജിരി, പ്ലീസ് വെൽക്കം.
അശ്വതി നന്നായി അസലായിട്ട് പാടി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബ്രദറിന് എന്താണ് പറയാനുള്ളത്? പെങ്ങള് നന്നായി പാടി, പക്ഷെ 2 ദിവസത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു തീരുമാനം. എന്ത് തോന്നുന്നു? ഇന്നായാലും ഔട്ടായാലും പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരു അവസരം ഈ വേദിയിൽ കിട്ടിയത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇത്രയും നല്ലൊരു ജഡ്ജസിന്റെ മുമ്പിൽ പാടാൻ പറ്റില്ല, അതിലേറെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ല, അതിലേറെ സന്തോഷം. ഓക്കെ. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ക്വാർട്ടർ ഫൈനൽ എലിമിനേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 6 പേർ സേഫായി, 2 പേർ എലിമിനേറ്റ് ആയി. 2 പേരുടെ റിസൾട്ട് ഇനി അറിയാൻ ബാക്കിയുണ്ട്. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് കിൻഷയുടെ റിസൾട്ടാണ്. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും. ആദ്യത്തെ റൗണ്ടിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ശ്രുതിയുടെ പ്രശ്നം ഉണ്ടെന്ന്. രണ്ടാമത്തേൽ ഞാൻ കുറച്ച് കറക്റ്റ് ചെയ്തു. ശ്രുതി കേട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചു. ഇനി അത് കണ്ടിന്യൂ ചെയ്യും. ഇനി ഇവിടെ നിന്ന് എലിമിനേറ്റ് ആകുകയാണെങ്കിൽ ആയാലും ഇല്ലെങ്കിലും ഞാൻ മ്യൂസിക് പഠിക്കുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യും. ശ്രുതി വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യും. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. പിന്നെ ഹസ്ബൻഡ് ഒരു കാര്യം പറഞ്ഞിരുന്നു, എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ച് നിൽക്കണം. ആ വാക്ക് പാലിക്കാൻ പറ്റുമോ? നോക്കാം, അറിയില്ല. വാക്ക് പാലിക്കും. സേഫ് ആണെങ്കിൽ നസ്നിയുടെ കാര്യം കുറച്ച് പ്രശ്നത്തിലാകുമല്ലോ. ഇതിൽ ആരിന്നാകും, ആരൗട്ടാകും? 2 പേരും വാചകത്തിന് ഒരു കുറവില്ലാത്ത 2 പേര്. ആര് പോയാലും ഞങ്ങളൊന്ന് മിസ് ചെയ്യും. എന്തായാലും ഒരാൾക്കേ നിൽക്കാൻ പറ്റൂ. കിൻഷ ഏതൊക്കെ പാട്ടാണ് പാടിയത്? കൊന്നപ്പൂവേ കൊങ്ങിണിപ്പൂവേ, എൻ്റെ മനസ്സിലൊരു നാണം. 2 വെറൈറ്റി അല്ല, 2 ഡിഫറെന്റ് വെറൈറ്റീസ്. നസ്രീൻ ഏതായിരുന്നു? മാനത്തെ ചന്ദ്രനൊത്തൊരു നാദാപുരം. അതിലൊരു വെറൈറ്റി ഇല്ല. സോ യു ആർ ഓൾവേസ് പ്ലേയിങ് ഇൻ ദി സേഫ് സോൺ. അപ്പം അത് നോക്കുമ്പോൾ കിൻഷയുടെ പാട്ടിന് ഒരു വെറൈറ്റി ഉണ്ട്. ഇപ്പൊ നമ്മള് നേരത്തെ കുറച്ച് സന്തോഷിച്ച് ആഹ്ലാദിച്ച് നമ്മളിവിടെ കളിച്ചിരിച്ച് നടന്നെങ്കിലും സിൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്നത് ഒരു സീരിയസ് റിയാലിറ്റി ഷോ ആണ് അല്ലേ? അപ്പോ അതിൽ ആ സീരിയസ്നെസ് പെർഫോമൻസിന്റെ ബാക്കിയുള്ള സമയം പോട്ടെ, പെർഫോമൻസിന്റെ നേരത്ത് ആ സീരിയസ്നെസ് വരാതിരുന്നോ? അറിയില്ല. നമുക്ക് ഹസ്ബൻഡിനോട് ചോദിക്കാം. നസ്നിയുടെ പെർഫോമൻസുകളിൽ ആ സീരിയസ്നെസ് ഉണ്ടായിരുന്നോ? അങ്ങനെ ചോദിച്ചോ? അപ്പൊ എന്താ പറയാ, ഞാൻ ഓളോടൊരു കാര്യം ചോദിക്ക. കാനേനെ ചായ്മയിൽ ആടുമേക്കാൻ പോരുന്നു എന്റെ കൂടെ, അത്ര മാത്രമേ ഉള്ളൂ. വേറെ കൂടുതൽ ചോദിക്കാന്നില്ല. നാച്ചുവിന് എന്നും ഞാൻ ഉണ്ടാവും, എനിക്ക് തീർച്ചയായിട്ടും. പിന്നൊക്കെ കടവുള, എന്നൊക്കെ പഠിച്ചവന്റെ തീരുമാനം. നിങ്ങളൊരു ബെസ്റ്റ് കപ്പിളാണ്. ഒരാൾക്ക് ഒരാളുണ്ട്, അതാണ് ആ ഒരു ആ സംസാരത്തിൽ തന്നെ ഉണ്ട്. ആ ഒരു ബോണ്ട് ഉണ്ട് അല്ലേ? ഇമോഷണൽ ആക്കി കളയും അവരുടെ ആ ഒരു ഇമോഷണൽ ബോണ്ട്. കഥ കേൾക്കുമ്പോഴേ നമുക്ക്, പക്ഷെ മാർക്ക് ഇടുമ്പോ നമുക്ക് ഇമോഷൻ കാണില്ല. പെർഫോമൻസ് ഓർ സിംഗിങ് അതേ പറ്റൂ. നസ്നിക്ക് അറിയാം, നമ്മൾ മാർക്ക് ഇട്ടേ പറ്റൂ. അതെ, അറിയാം. അപ്പൊ എന്നെക്കാട് നന്നായി പാടുന്നത് കിൻഷ ആണെങ്കിൽ കിൻഷ സേഫ് ആവണം, നന്നായി പാടണം, എല്ലാരും നന്നായി പാടണം. സോറി. കിൻഷ, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ അടുത്ത റൗണ്ടിൽ പൊളിക്കണം പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടല്ലോ. ചേട്ടന് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും പിടിച്ച് നിന്നിട്ടുണ്ട് ആള്. ഒരുപാട് നന്ദി, സന്തോഷം. അപ്പൊ നമുക്ക് സെമി ഫൈനലിൽ ആളുടെ തകർപ്പൻ പെർഫോമൻസുകൾ ഒരുമിച്ച് കാണാം. എന്തായാലും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ കിൻഷ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്താണ് പറയാനുള്ളത്? പറയാൻ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ചിരിച്ചു കളിച്ച് നിന്ന് ഇപ്പോഴും അങ്ങനെ തന്നെ ചിരിച്ചു കളിച്ചിട്ട് പോവാന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഡീൻ. എന്താ? ഇത്രയൊക്കെ പറഞ്ഞില്ലേ, ഇവരൊരു നല്ല അടിപൊളി കപ്പിളല്ലേ ഇവിടുത്തെ. അപ്പൊ അവരെ ഒരുമിച്ച് നിന്ന് സംസാരിക്കട്ടെ. സത്യം. എന്തായാലും ഇത്ര വരെ ഒരു സ്പെഷ്യൽ ടീമാണ് രണ്ടുപേരും. 5-ാം തീയതി എനിക്കവിടെ 2-ാം തീയതി കയറാൻ വേണ്ടി പറഞ്ഞാണ്. പക്ഷെ അത് പറ്റിയില്ല. പിന്നെ 5-ാം തീയതി ആയി. ഇനിയിപ്പോ അതും നടക്കില്ല. പറഞ്ഞു വന്ന ജോലി പോയി നടത്തും. സത്യല്ലേ പറഞ്ഞു? ഇല്ല, കുഴപ്പമില്ല. ഞാൻ ക്യാമറണിക്ക് പോയി പാടാൻ എങ്ങനെ ആദ്യം വന്നത് അതേപോലെ അതെ,
പല വെറൈറ്റി പാട്ടുകൾ ഉം, ഉം. പാടാൻ ആ. ശ്രമിക്കുക. ആ തീർച്ചയായും തീർച്ചയായും. ഒരു സെമി ക്ലാസിക്കൽ, ആ. ഒരു പക്ക മെലഡി, വേറെ ഏതെങ്കിലും ഇതല്ലല്ലോ, അതെ. വേറെ കോമ്പറ്റീഷൻ ആ. അവിടെ പോകുമ്പോൾ അങ്ങനെ ചെയ്യുക. ആ ആ അപ്പൊ എന്തായാലും ഇക്ക താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ? നാച്ചിനൊരു ടൈറ്റില് ഇങ്ങനെ ഈ ഫ്ലവേഴ്സ് ടൈറ്റില് അതെ, താങ്ക് യു. അപ്പോഴേ മര്യാദക്ക് പോയി അടുത്ത റൗണ്ട് എടുക്ക്. പ്രാക്ടീസ് ചെയ്യാട്ടോ. കേട്ടാ? നിങ്ങളോട് ആരെങ്കിലും റിസൾട്ട് പറഞ്ഞോ? ഇത് എവിടേക്കാ യാത്രയൊക്കെ പറഞ്ഞു പോകുന്ന രണ്ടുപേരും? ആരെങ്കിലും പറഞ്ഞായിരുന്നോ നിങ്ങൾ പുറത്തായെന്ന്? കരയില്ല, നമ്മള് അതെ. കരയൂല, നമ്മൾ കരയൂല, ബോധം കെട്ട് വീഴുള്ളൂ. നമുക്ക് ടെൻഷൻ ഇല്ല. ആ അങ്ങനെ ഡയലോഗ് അടിച്ച ആളാണത്. നസ്നി, ആരാ റിസൾട്ട് പറഞ്ഞേ? ഞാൻ പറഞ്ഞോ പുറത്തായിന്ന്? അവര് രണ്ടുപേരും പറഞ്ഞു പുറത്തായിന്ന്. സോറി എന്ന് മാത്രല്ലേ പറഞ്ഞുള്ളൂ. ആ റിസൾട്ട് പറയാൻ വൈകിപ്പിക്കുന്നതിന്റെ സോറിയാ പറഞ്ഞത്. എന്നാലും സന്തോഷായില്ലേ? അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്, സെമി ഫൈനൽ എത്തിയിട്ടുണ്ട്. സോ മച്ച്. അപ്പൊ പൊളിക്കണം. തീർച്ചയായിട്ടും പൊളിക്കൂലേ? സാർ പറഞ്ഞ പോലെ എല്ലാം സെറ്റ് ആക്കി കൊണ്ടുവരും. ഡെയിനിന്റെ റോള് ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു. ഒരുപാട് thanks. ടെൻഷൻ അടിക്കൂല എന്നൊന്നും ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയരുത്. ഇല്ല. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങൂലേ? എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും ഇക്ക സേഫ് ആയിട്ടുണ്ട്. ഹാപ്പി ആയില്ലേ? എന്താണ് പറയാനുള്ളത് ഇപ്പോ? പറഞ്ഞു. ഒന്നുമില്ല, സന്തോഷം കൊണ്ട് ചിലപ്പോ കരഞ്ഞു പോവും. കരയരുത്, നിന്റെ ഉമ്മ പ്രത്യേകിച്ച് ഓർഡർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ കരയില്ല, അവിടെ പോയിരിക്കട്ടെ. സോറി എല്ലാവരും. അപ്പൊ അപ്പൊ എന്തായാലും അടുത്ത റൗണ്ടിൽ കാണാം. അതെ, ഇതുപോലെ വെറൈറ്റി പാട്ടുകളൊക്കെ എടുത്തിട്ട് വരിക. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇവിടെ തന്നെ കാണുമല്ലോ. താങ്ക് യു. ഇനി ഞങ്ങൾ പോവില്ല എന്നൊക്കെ. പോവില്ല. ഇനി പോവില്ല. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇനി എന്ത് ഖത്തറ്. അതെ, മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ സെമി ഫൈനൽ വരെ എത്തി നിൽക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3-ലെ സെമി ഫൈനലിസ്റ്റുകളാണ് എന്റെ ഇടവും വല നിൽക്കുന്നത്. 8 മ്യൂസിക്കൽ വൈഫ്സ് ആണ് ഇനി ബാക്കിയുള്ളത്. അപ്പോ വാശിയേറി പോരാട്ടം ഞങ്ങൾക്ക് സെമി ഫൈനലിൽ പ്രതീക്ഷിക്കാം, അല്ലേ? അതെ അല്ലേ? അതെ, പറയൂ കുട്ടികളെ. എന്തായാലും നമ്മളിതാ ഇവിടെ ക്വാർട്ടർ ഫൈനൽ എലിമിനേഷനോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ശനിയാഴ്ച സെമി ഫൈനലുമായി നമുക്ക് കാണാം. ഇത് ഹാപ്പി ജാംസ്, സോസസ്, പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 പവേർഡ് ബൈ ഈസൻ. ഗുഡ് നൈറ്റ്, ബൈ.